ബഹുമാനീയനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP മുഹമ്മദ്, അഡ്വക്കേറ്റ് A ഷംസുദ്ദീൻ, ശ്രീ B മോഹൻ IAS, ശ്രീ M മൈദീൻ കുഞ്ഞ് IPS, ശ്രീ K കൃഷ്ണൻകുട്ടി, പ്രൊഫസർ G അലക്സാണ്ടർ, ശ്രീ അയ്യാണിക്കൽ മജീദ്, ശ്രീ S ശശിധരൻ, ശ്രീ PG മുരുകൻ, ശ്രീ KV ശ്രീനിവാസൻ, ശ്രീമതി രാജീവ് ഉണ്ണികൃഷ്ണൻ, ശ്രീ A മുഹമ്മദ് കുഞ്ഞ്, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ തഴവ സത്യൻ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, ഒരു നീണ്ട സ്വാഗത പ്രസംഗം കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുക എന്ന് എനിക്കറിയാം. ഞാനും ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം പറഞ്ഞത് വേദി ഉടനെ അവസാനിപ്പിക്കുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്നെ എടുത്ത് വെളിക്കളയുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും അതുണ്ടായില്ല എന്നുള്ളത് വളരെ ആശ്വാസം. ഞാൻ കാലയെ കൂട്ടി ഇവിടെ വന്നു പോയതെന്ന് പറയുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. അതിൻ്റെ കാരണം അവിടുന്ന് സാധാരണഗതിയിൽ ഒരു 2.5 മണിക്കൂർ എടുക്കും എറണാകുളത്ത് നിന്ന് ഇവിടെ വരാൻ. ഇന്ന് എന്തുകൊണ്ടോ എനിക്കറിയുമ്പോൾ നേരത്തെ ഇങ്ങ് വരാൻ പറ്റി. അങ്ങനെ സംഭവിച്ചു പോയത്. ഞാൻ 1:30 തിരിച്ചതാണ്. 1:40 അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 4 മണിക്ക് വരണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഞങ്ങളുടെ ഈ ജഡ്ജിമാർ സമയം പാലിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അതുകൊണ്ട് ആ കറക്റ്റ് ടൈമിന് തുടങ്ങണം. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് 4:15 കുഴപ്പമില്ല, പോട്ടെ 15 മിനിറ്റ്. എനിക്ക് ഇന്ന് രാവിലെ ഒരു വലിയൊരു പ്രോഗ്രാം നോർത്ത് പറവൂരിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഉടനെ തിരിച്ചതാണ്. അത് കാരണം എനിക്ക് വീണ്ടും ഉടനെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുകയും വേണം എറണാകുളത്തിന്. അതുകൊണ്ട് കൂടുതലായിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ശ്രീ മുഹമ്മദ് നിർബന്ധമായിട്ട് ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് തന്നെ കരുനാപ്പള്ളി വെച്ചാണ് ഇതിന് ഇങ്ങനൊരു ഈ പ്രോഗ്രാമിന് എൻ്റെ ഒരു ഡേറ്റ് എടുത്ത് എൻ്റെ സൗകര്യം നോക്കി അദ്ദേഹം തീരുമാനിച്ചതാണ്. ഞാൻ കൊടുത്ത ഡേറ്റാണിത്. അപ്പോൾ എനിക്ക് ഇത് വല്ല മാറ്റവും വരുമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വന്നിരുന്നെങ്കിലെന്ന്. കാരണം ഞാൻ അന്ന് ആ നോർത്ത് പറവൂരിലെ പ്രോഗ്രാം ഞാൻ ഓർത്തിരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഈ ദിവസം മാറിപ്പോയനെ. കഴിഞ്ഞ ആഴ്ചയും അതല്ല ആഴ്ചയിലാകെ ഈ ശനിയാഴ്ച ഒരു അവധി കിട്ടുന്ന ദിവസമാണ്. ജോലിയൊക്കെ വീട്ടിൽ ഇരുന്നൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ അതിനൊന്നുള്ള ടൈം കിട്ടുന്നില്ല. കഴിഞ്ഞ ശനിയാഴ്ചയും അടൂര് കഴിഞ്ഞിട്ട് ഏഴംകുളത്ത് നിന്ന് പാല കഴിഞ്ഞിട്ട് എറണാകുളം, ആ രീതിയിലായിരുന്നു എൻ്റെ പ്രോഗ്രാം. നിവൃത്തിയില്ലാതെ പോയി. ഇനിയിപ്പം നാളെ ഉണ്ട് ഗവൺമെൻറ് ലാ കോളേജിൽ എറണാകുളത്ത് പ്രോഗ്രാം. അപ്പോൾ ഒരു ദിവസം പോലും അവധിയില്ല. അതാണ് പ്രശ്നം. മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം, നല്ല പേരാണ് അത്. ആ പേര് പോലെ തന്നെ അതിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് മനുഷ്യാവകാശം? എന്താണ് മനുഷ്യാവകാശം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ, അതായത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ അവകാശം തന്നെയാണ്. അതാണ് മനുഷ്യാവകാശം. അത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ സാമൂഹിക നീതി, സമൂഹത്തിലെ എല്ലാവർക്കും തുല്യത, അതാണ് നമ്മുടെ ഭരണഘടന വിവക്ഷിക്കുന്നത്. ആർട്ടിക്കിൾ 14 അത് നമുക്കെല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അത് തുല്യ അളവിൽ നീതി ലഭിക്കുന്നില്ലെങ്കിൽ അത് ഭരണഘടനയുടെ ലംഘനം തന്നെയാണ്, സംശയമില്ല. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അവകാശങ്ങൾ മനുഷ്യന് അത് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും ഭരണഘടനയുടെ ലംഘനം തന്നെയാണ്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ്. അതായത് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭരണഘടന അതാണ് നമ്മുടെ ഭരണഘടന. ഇത്രത്തോളം വലിയ ഭരണഘടന വേറെ ഒരു രാജ്യങ്ങൾക്കും ഇല്ല. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ നാട്ടിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അത് ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്. അത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യം തന്നെയാണ്. ഭാഷാപരമായ വൈവിധ്യം, അതായത് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, ഇത്രയുള്ള രാജ്യം വേറെ ഇല്ല. കാരണം നമ്മുടെ രാജ്യത്തുള്ള ഭാഷകൾ അത്രത്തോളം എണ്ണം വേറെ എങ്ങും ഇല്ല. അതുപോലെ തന്നെയാണ് ബാക്കി മറ്റ് രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കോളൂ. 1-2 ഭാഷ അങ്ങേയറ്റം, അതിൽ കൂടുതൽ സ്വന്തമായി ഭാഷയില്ലാത്ത രാജ്യങ്ങളുമുണ്ട്, ധാരാളമുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി അതല്ല. ഇഷ്ടം പോലെ ഭാഷകളാണ്. അതുപോലെ തന്നെ റിലീജിയസ് ഡൈവേഴ്സിറ്റി, മതപരമായ വൈവിധ്യം, എത്ര മതങ്ങളുണ്ട് ഇവിടെ. അതിൻ്റെയൊക്കെ കുഴപ്പം നമ്മൾ കാണുകയും ചെയ്യുന്നില്ലേ? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് ഓരോരുത്തർക്ക് ഫീൽ ചെയ്തെന്നിരിക്കാം. ക്ഷമിക്കുക. കാരണം മതം എന്നുള്ളത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം.
അത് മതം മനുഷ്യന് വേണ്ടിയാണോ അതോ മനുഷ്യൻ മതത്തിന് വേണ്ടിയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മത നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ പത്രങ്ങളിലും ഒക്കെ ഇവിടെ നേരത്തെ പറഞ്ഞു, നമ്മുടെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ നയിക്കാൻ, ജനങ്ങളെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് അവർ. നോക്കണം, സമൂഹത്തിൽ നിന്ന് തന്നെ നിയോഗിച്ചേക്കുന്ന ആളുകളാണ്. അവരെങ്ങനെ ഇത് കൊണ്ടു നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരു ചെറിയ രൂപം നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ എന്താണെന്ന്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ആരെ ആക്ഷേപിക്കാനോ ഒന്നും ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നതുമില്ല, അതങ്ങ് വിട്ടേക്കാം. പക്ഷേ കാണുന്ന സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനത് സൂചിപ്പിച്ചെന്നുള്ളൂ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൻ്റെ അധപതനം, അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്, സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ അധപതനം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ, മനുഷ്യാവകാശങ്ങളെ ധ്വംസിക്കാനുള്ള ഒരു പ്രവണത ആളുകളുടെ നിന്നുള്ളത് തന്നെ, ഉണ്ടാകുന്നത് തന്നെ. അതെന്തുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാകുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, അതായത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ മാത്രം മതി. നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ ഭരണഘടന വേറെ ആരും ഉണ്ടാക്കി നമുക്ക് തന്നതല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ജനങ്ങൾ, നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നവരൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭരണഘടന, അത് നിഷ്കളങ്കമായി നമ്മൾ വളരെ സത്യസന്ധമായ രീതിയിൽ കോഡിഫൈ ചെയ്ത് അത് നമുക്ക് തന്നെ സമർപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഒരു സോളം ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റിനെ നമുക്ക് വയലേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഇല്ല, ഒരു മനുഷ്യനും അതിനുള്ള അവകാശമില്ല എന്ന് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അതിൽ പറഞ്ഞേക്കുന്ന അവകാശങ്ങൾ ആർട്ടിക്കിൾ 21, അതാണ് ഈ മനുഷ്യാവകാശം എന്ന് നമ്മൾ വേണമെങ്കിൽ അങ്ങ് പറയാം നമുക്ക്. കാരണം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതായത് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, അതും പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുക. അപ്പോൾ എന്താണ് പേഴ്സണൽ ലിബർട്ടി എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് ഫ്രീഡം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയും, നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ വാദവരാതെ സംസാരിക്കും, പക്ഷേ നമ്മളെ ബാധ്യതകളെക്കുറിച്ച് നമ്മളെപ്പോഴും മറക്കും. സൗകര്യപൂർവ്വം മനുഷ്യൻ സ്വാതന്ത്ര്യമാണ് നമുക്കൊക്കെ വേണ്ടത്. എന്താണ് സ്വാതന്ത്ര്യം? ഫ്രീഡം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് തന്നേക്കുന്ന ഫ്രീഡം അല്ല, നമുക്ക് തന്നേക്കുന്ന ലിബർട്ടിയാണ്, പേഴ്സണൽ ലിബർട്ടി. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ലിബർട്ടി എന്ന് പറഞ്ഞാലും മലയാളം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ്. ഫ്രീഡത്തിൻ്റെയും യഥാർത്ഥത്തിൽ അതും സ്വാതന്ത്ര്യമാണ്. പക്ഷേ ലിബർട്ടിയുടെ വ്യത്യാസം, എഡ്മണ്ട് ബെർക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ജൂറിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. ലിബർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ഫ്രീഡം, അതായത് നിയന്ത്രിതമായ സ്വാതന്ത്ര്യം മാത്രമാണ് ലിബർട്ടി എന്നുള്ള സ്വാതന്ത്ര്യം. ലിബർട്ടി എന്നുള്ളത് ഒരു കെട്ടുപാടിൽ നിന്ന് മോചനം കിട്ടുന്ന ലിബർട്ടി എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ഫ്രീഡമാണ്, നിയന്ത്രിക്കപ്പെട്ട അവകാശമാണ്. പിന്നെ അവകാശമുള്ളത് ആർക്കാണ്? അവകാശമുള്ളത് നമ്മുടെ നാട്ടിലെ മനുഷ്യനാണ് അവകാശമുള്ളത്, അതാണ്, അല്ലാതെ വ്യക്തികൾക്കല്ല. അതെന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ വോട്ട് ചെയ്യുന്ന ഇലക്ട്രേറ്റ് ഉണ്ടല്ലോ, ഇവിടെ വോട്ട് ചെയ്യുന്ന ആളുകൾ, നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മൾ ആളുകളെ തിരഞ്ഞെടുത്ത് വിടുന്നുണ്ടല്ലോ, അവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ, അതാണ് ഇവിടുത്തെ സോവറൻ, പരമാധികാരി, നമ്മുടെ രാജ്യത്തിൻ്റെ സോവറൻ. പരമാധികാരി എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ചീഫ് ജസ്റ്റിസോ ഒന്നും അല്ല. ഇന്ത്യയുടെ പരമാധികാരി എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലക്ട്രേറ്റ് ആണ്, ഇവിടുത്തെ വോട്ടേഴ്സാണ്. ആ പരമാധികാരി തീരുമാനിക്കും ഇവിടെ നടക്കേണ്ടത് എന്താണെന്ന്. അത് നടക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അതാണ് അതിന് ധ്വംസനം ഉണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ അവകാശം, എൻ്റെയും നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന അവകാശം, പരമാധികാരി എന്നുള്ള അവകാശത്തിന് എന്തെങ്കിലും ധ്വംസനം ഉണ്ടായാൽ അത് മനുഷ്യാവകാശത്തിൻ്റെ ധ്വംസനം തന്നെയാണ്. അതുപോലെ സമൂഹത്തിൽ നമുക്ക് നീതി കിട്ടുന്നില്ല. നീതി നിഷേധിക്കപ്പെടുന്ന ഏതെങ്കിലും ഗ്രൂപ്പ്, ഇവിടെ ധാരാളം ഗ്രൂപ്പിന് നീതി നിഷേധിക്കപ്പെടുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ പണമില്ലാത്തവൻ, ദരിദ്രൻ, എവിടെ നീതി കിട്ടുന്നു? അന്വേഷിച്ച് നോക്കിക്കോളൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ജയിലിൽ കിടക്കുന്ന പ്രതികൾ, കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന പല പ്രതികളുടെ കണക്കൊന്ന് എടുത്തു നോക്കിക്കോളൂ. 80%-ലധികം സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിന്ന് നമ്മൾ കരുതുന്ന ആളുകളാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? നീതി എല്ലാവർക്കും ഒരുപോലല്ലേ? അതായത് ഇന്ത്യൻ ഭരണഘടന വിവക്ഷിക്കുന്നത് ഈക്വൽ ജസ്റ്റിസ് ആണ്. അതുപോലെ തന്നെ ഇക്വാളിറ്റി, അതാണ് ഇക്വാളിറ്റി, അതാണ്. അതുപോലെ തന്നെ അടുത്തത് ലിബർട്ടി, അതുപോലെ ഫ്രറ്റേണിറ്റി. ഇതും ഈ 4 കാര്യങ്ങളാണ്. ഇക്വാളിറ്റി വേണം എന്ന് നമ്മുടെ ഭരണഘടന പറയുന്ന കാര്യം. ജസ്റ്റിസ്, നീതിക്ക് ഇക്വാളിറ്റി കിട്ടുന്നുണ്ടോ അവിടെ? അത് നോക്കുമ്പോൾ പണമില്ലാത്തത് കൊണ്ട് ഒരുത്തൻ ജയിലിൽ കിടക്കുന്നു എന്ന് നമുക്കൊരു തോന്നലെങ്കിലും വന്നൂടെ? അത് അവൻ്റെ പണമില്ലാത്തത് കൊണ്ട് മാത്രമല്ല, അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് അവൻ ക്രിമിനലായിട്ട് മാറുന്നത്.
എപ്പോഴും ജനിക്കുന്നത് എല്ലാവരും ഒരുപോലാണ്, എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ ജനിച്ചു വീഴുന്നു. പക്ഷേ ചിലർ സമൂഹത്തിന് ഉപകാരികളായിട്ട് മാറുന്നു, ചിലർ സമൂഹത്തിൽ ക്രിമിനലായിട്ട് മാറുന്നു. അതിൻ്റെ വ്യത്യാസം ആരാണ്? ആ ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ കുറ്റമാണോ? അല്ല, അവൻ വളർന്നു വരുന്ന, അവനെ വളർത്തിക്കൊണ്ടുവരുന്ന അവൻ്റെ വീട്ടുകാരും അവൻ വളർന്നു വരുന്ന ആ സാഹചര്യം, സമൂഹവും, അതാണ് അവനെ ക്രിമിനലാക്കുന്നതും നല്ലവനാക്കുന്നതും. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയില്ലേ ഇവനെ നേരെ കൊണ്ടുവരാൻ, നേരെ വളർത്താൻ? ആ ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മൾ നിറവേറ്റാതിരിക്കുമ്പോൾ ഈ ക്രിമിനലുകൾ എന്ന് പറയുന്നവരുടെ യഥാർത്ഥത്തിൽ അവർക്ക് സാമൂഹ്യ നീതി നിഷേധിച്ചേക്കല്ലേ. അവൻ ദരിദ്രനായ ഒരു രീതിയിൽ ഒരു ചുറ്റുപാടിൽ വളർന്നു വരുമ്പോൾ അവൻ കാണുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ സമൂഹത്തിൽ ന്യൂനതയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഇടയാവുന്നു. ആ കാര്യങ്ങൾ അവന് ഉന്നതമായ ചിന്താഗതി അവന് കിട്ടുന്നില്ല പലപ്പോഴും. അങ്ങനെ വരുമ്പോൾ അവൻ ഒരു ക്രിമിനലായിട്ട് ചിലപ്പോൾ മാറിപ്പോകും. അതാണ് അതിൻ്റെ കാരണം. അല്ലാതെ പണമില്ലാത്തത് കൊണ്ട് അവൻ ജയിലിൽ കിടക്കുന്നതെന്ന് മാത്രമല്ല, ദൂരവ്യാപകമായ ഫലമാണ് സമൂഹത്തിൽ അധപ്പതിച്ച ആളുകളുടെ, അതായത് സാമ്പത്തിക അധപ്പതനം ഉള്ള ആളുകളുടെ കാര്യമെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ദൂരവ്യാപകമായ ഫലമാണ് അവരുടെ കുഞ്ഞുങ്ങളിലും അടുത്ത തലമുറയിലേക്കും ഉണ്ടായി പോകുന്നത്. അത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള വിവക്ഷിക്കുന്ന ഈക്വൽ ജസ്റ്റിസ്, നീതി, തുല്യനീതി അവന് കിട്ടുന്നുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരു ജഡ്ജി എന്നുള്ളതല്ല എനിക്ക് പറയാം കിട്ടുന്നില്ല എന്ന്. കാരണം ഇത് ഞാൻ കാണുന്നതാണ്. പണമുള്ളവന് ഏറ്റവും നല്ല അഭിഭാഷകനെ വെച്ച് കേസ് വാദിക്കാം, പണമില്ലാത്തവന് അവന് നിവൃത്തിയില്ല. സർക്കാർ ഏർപ്പെടുത്തുന്ന അഭിഭാഷകൻ അവരെ മാത്രമേ പറ്റുന്നുള്ളൂ. അവരുടെ കഴിവിനൊക്കെ ചിലപ്പോൾ പരിമിതികൾ കാണും. അപ്പോൾ അവിടെയും തുല്യനീതി അവന് നിഷേധിക്കപ്പെടുകയല്ലേ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണത്. അപ്പോൾ നമ്മുടെ ഭരണഘടന പറയുന്ന ഈക്വൽ ജസ്റ്റിസ്, നീതി, തുല്യനീതി, ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും, എല്ലാ വിഭാഗങ്ങൾക്കും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തത് ഇക്വാളിറ്റിയാണ്. ഈക്വാളിറ്റി ബിഫോർ ലോ, ആർട്ടിക്കിൾ 14, ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ്. നിയമത്തിന്റെ മുമ്പിൽ തുല്യതയും എല്ലാ നിയമങ്ങളുടെ തുല്യ പരിരക്ഷയും ഇത് കിട്ടണം. ഇതൊരുത്തൻ്റെ അവകാശമാണ്, നമ്മുടെ അവകാശമാണ്. അല്ലാതെ ഇത് ആരുടെയും ദാക്ഷിണ്യമൊന്നുമല്ല. ഇത് ഭരണഘടന എഴുതി വെച്ച് നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചിട്ടുള്ള കോൺട്രാക്റ്റാണ് ഇത്. അപ്പോൾ അവിടെ ഈക്വലായിട്ടുള്ള ആ ഇക്വാളിറ്റി, ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്ക് പറയാം എല്ലാവരും തുല്യരാണെന്ന് പറയാം. ആൾ ആർ ഈക്വൽസ് ബട്ട് സം ആർ മോർ ഈക്വൽസ് എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ആ മോർ ഈക്വൽസ്. അവര് എല്ലാവരും തുല്യരാണ്, പക്ഷേ ചിലർക്ക് അത് അവർ തുല്യതയിലേക്ക് മേളിലാണ് എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ അവിടെയും ഭരണഘടനാ ലംഘനം തന്നെയല്ലേ നടക്കുന്നത്. അതുപോലെ തന്നെ ലിബർട്ടി, അതിനകത്ത് ലിബർട്ടി നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഒരു സ്ത്രീക്ക് രാത്രി ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അതില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതില്ല എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ നടന്നേക്കുന്ന കാര്യങ്ങളെല്ലാം ആനുകാലികമായ പ്രസക്തിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു പെൺകുട്ടിക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. എന്നാൽ ചോദിച്ചാൽ അത് മനുഷ്യാവകാശം ലംഘനം തന്നെയല്ലേ? അതെ, ഒരു പുരുഷൻ ഇറങ്ങി നടക്കാമെങ്കിൽ, സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് നടക്കാൻ പാടില്ല എന്ന് സമൂഹം ചിന്തിക്കണം. അത് പോലീസുകാരുടെ ഉത്തരവാദിത്തം മാത്രമല്ല. പോലീസ് എന്ത് ചെയ്യാൻ പറ്റും? എത്ര പേരെ എന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും? ഓരോരുത്തർക്കും ഓരോ പോലീസിനെ നിയമിക്കാൻ നമ്മുടെ രാജ്യത്തിന് പറ്റുമോ? അതിനുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ രാജ്യത്തുണ്ടോ? നമ്മുടെ പോക്കറ്റിനുണ്ടോ? ഇല്ല. അത് വേണം കരുതാൻ. അപ്പോൾ അങ്ങനെ ഒരു കാലം വരാത്തടത്തോളം കാലം അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയല്ലേ? മനുഷ്യാവകാശ ലംഘനം തന്നെയല്ലേ? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് പറയാൻ പോയാൽ സമൂഹത്തിലെ വനിതാ സംഘടനകൾ എന്ന് പറഞ്ഞ് കുറേ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അവരെ ഉദ്ധരിക്കാനും ഒക്കെ. അവർക്ക് നെറ്റി വിളിക്കും, അവർ പറയും സ്ത്രീകൾക്ക് അങ്ങനെ ഉള്ള അവകാശമുണ്ട്. എന്തുകൊണ്ട് സ്ത്രീക്ക് നടന്നൂടാ എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ എന്താ കാര്യം. അത് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. മുമ്പ് പറയുമായിരുന്നു ഡൽഹിയിലെ തെരുവുകളിൽ പാതിരാത്രിയും ഏത് പെണ്ണിനും സുരക്ഷിതമായിട്ട് നടക്കാമെന്ന്. അതൊരു 3-4 വർഷം മുമ്പ് വരായിരുന്നു ആ പറച്ചിൽ. നിർഭയ അത് വന്നതോടുകൂടി ഇതങ്ങ് മാറി അല്ലേ? അത് മാറി കിട്ടിയപ്പോൾ ഡൽഹിയിൽ ഇവിടെ തെരുവിലൂടെ ഇപ്പോൾ നടക്കാൻ പറ്റുമോ? ഇല്ല. വിദേശത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും വളരെ ഫ്രീ ആയിട്ട് ആളുകൾ നടക്കുന്നത്. അതെന്താണ്? അവരുടെ ചിന്താഗതി അത്രയേ ഉള്ളൂ. ഇവിടെ സെക്സ് സ്റ്റാർവേഷൻ, ലൈംഗികമായിട്ടുള്ള അധപതനം എന്ന് പറയുന്ന, അതായത് പട്ടിണി കിടക്കൽ, അതാണ്. ഇതെങ്ങനെ തുടങ്ങിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അത് ആ സാഹചര്യങ്ങളുടെ സൃഷ്ടി തന്നെയാണ് ഇതും. മനുഷ്യന് ചെറുപ്പത്തിൽ മുതൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം കൊടുക്കണം. അതൊന്നും കൊടുക്കത്തില്ല.
പഠിച്ച ഒന്നും കാണുന്നില്ല. അവൻ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞു പോകും. ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന ആരാ? 2 ഗ്രൂപ്പാണ് കൂടുതലും. മധ്യവയസ്കന്മാർ വളരെ കുറവാണ്. 2 ഏറ്റവും പ്രായം കുറഞ്ഞവർ ഒരു 18, 19, 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സിന് താഴെയുള്ളവന്മാർ നിങ്ങൾ നോക്കിക്കോളൂ, അല്ലെങ്കിൽ പത്രത്തിൽ അത് കൂടുതലും. അതുപോലെ തന്നെ വൃദ്ധര്. ഒരിക്കൽ ഒരു കേസ് വന്നപ്പോൾ 90 വയസ്സുള്ള ഒരു സ്ത്രീയെ, അത് ഏത് ഭാഗത്താന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും. 90 വയസ്സുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു ഒരാൾ. ഒരു കേസാണ്. അപ്പോൾ അത് 90 വയസ്സെന്ന് ഞാൻ അറിഞ്ഞില്ല ആദ്യം. ഈ പ്രതിയുടെ ജാമ്യം മൂവ് ചെയ്തപ്പോൾ അതിൻ്റെ വക്കീലിൻ്റെ വാദം, ഹീസ് എ സീനിയർ സിറ്റിസൺ, 75 വയസ്സുള്ള ആളാണ് പ്രതി എന്ന്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ണ് തെളിപ്പോയി. എനിക്ക് 75 വയസ്സുള്ളവൻ ബലാത്സംഗം ചെയ്തേക്കാണ്. അത് നോക്കിയപ്പോൾ അപ്പോൾ ആ വിക്ടിമിൻ്റെ വയസ്സ് നോക്കിയപ്പോഴാണ് 90 വയസ്സുള്ള വല്യമ്മ. ഒന്നാലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുക. അതായത് ഞാൻ പറഞ്ഞ ഈ 2 ഗ്രൂപ്പിലും. അപ്പം നമുക്ക് ചെറുപ്പക്കാരുടെ കുഴപ്പമാണെന്നത് പറയാൻ പറ്റുമോ? അല്ല, ഇത് ചെറുപ്പക്കാരുടെ മാത്രം കുഴപ്പമൊന്നുമല്ല. കുട്ടികളെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ ഉൾപ്പെടെ, ഇപ്പം ഞാനും വൃദ്ധൻ എന്നേ പറയാൻ നോക്കുള്ളൂ, കാരണം സീനിയർ സിറ്റിസൺ ആണ്. എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളത് മുതൽ മേലോട്ടുള്ള ആളുകൾ ധാരാളം പേര് ഇതുപോലുള്ള ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ? അവർക്ക് വിവരമില്ലാത്തതുണ്ടാവുന്നു? അല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ. പക്ഷേ അവരും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം സമൂഹത്തിൻ്റെ, അതായത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, പത്രത്തിലൊക്കെ വരുന്നതാണ്. മെനഞ്ഞാന്നത്തെ പത്രം എടുത്ത് നോക്കിയിട്ട് എൻ്റെ മോള് പറഞ്ഞു, ഇത് വായിക്കാനേ ഒക്കത്തില്ല, നിൻ്റെ ഒരു പേജ് മൊത്തം പീഡനം, ആദ്യം മുതൽ അവസാനം വരെ. ശരിയാണ്, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. നോക്കിയപ്പോൾ അതാ കാണുന്നേ, ഒരു പേജ് മുഴുവൻ. ഇത് സമൂഹത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് നേരത്തെ സ്വാഗതപ്രാസംഗം ചോദിച്ചത് വളരെ പ്രസക്തിയുള്ള കാര്യം തന്നെയാണ്. എങ്ങോട്ടാണ് സമൂഹം പോകുന്നത്? ഇത് വളരെ അധപ്പതിച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാമൂഹിക വ്യവസ്ഥിതി ഒരു വ്യത്യാസം വേണ്ടേ? വരണം. അതിന് ഇതുപോലുള്ള സംഘടനകൾ ഈ കാലിക പ്രസക്തിയുള്ള കാര്യങ്ങളും അവർ പരിഗണിക്കണം എന്ന് ഞാൻ അവരുടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. നിങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മൾ സമൂഹമാണ്. നിങ്ങളിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ, നല്ലൊരു കാര്യത്തിനാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയും ആളുകൾ ഇവിടെ വന്നതിൽ. അതിൻ്റെ കാരണം ഒരു ജെനുവിൻ കോസ്, നല്ല ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്, ഇവിടെ കൂടിയേക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടി ഞാൻ എറണാകുളത്ത് നിന്ന് വന്നതും അതിന് തന്നെയാണ്. അത് എൻ്റെ ആ പ്രതീക്ഷ വളരെ സഫലമായി എന്നേ എനിക്ക് കരുതാൻ പറ്റുന്നുള്ളൂ. ഇത്രയും ആളുകളെങ്കിലും ഇത് കേൾക്കാനുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ടല്ലോ, ഇങ്ങനെയുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഉണ്ടല്ലോ എന്നുള്ളതൊരു വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുടെ ഒരു നേരിയ വെളിച്ചം ഇപ്പോഴും ഉണ്ട്. കാരണം ഇത് വ്യത്യാസം വരും എന്ന് സമൂഹത്തിൽ നമ്മൾ നോക്കണം. ഇങ്ങനെ എവിടെ പുഴുക്കുത്തുകൾ എവിടെ ഉണ്ടോ അതിനെ ക്യൂർ ചെയ്യാൻ, അത് മാറ്റിയെടുക്കാൻ, അതിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ഉള്ള ഒരു ത്വര നമ്മളിൽ ഓരോരുത്തർക്കും വേണം. നമ്മൾ കാണണം, അയലത്തുകാരൻ്റെ വേദന നമ്മൾ അറിയണം. അതെപ്പോഴും നമ്മൾ കാണണം, അതെ എന്താ അവിടെ നടക്കുന്നതെന്ന്. പക്ഷെ നേരെ മറിച്ച് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ നമുക്ക് അയൽക്കാരുമായിട്ട്? ഇപ്പോൾ ആ സമ്പർക്കമൊക്കെ പോയി കഴിഞ്ഞിരുന്നു. പണ്ട് ഞാനൊരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അവിടെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കൊച്ചുനാളിലൊക്കെ എല്ലാ അവധി ദിവസവും, എൻ്റെ ഫാദർ മദറും അധ്യാപകരായിരുന്നു, എല്ലാ അവധി ദിവസവും ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ വീട്ടിൽ വരും. അയലത്തുകാരൊക്കെ വരും. എങ്ങോട്ട് പോവാ? അതേ സാറിൻ്റെ വീട്ടിലോട്ട് പോവാം, ഒത്തിരി നാളായി അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ അത്യാവശ്യത്തിന് വരിക പോവുകയാണെന്ന് തോന്നും. അല്ല, വെറുതെ വരികയാണ്. ആ വരുന്നവരോടൊന്നും നമ്മൾ ചോദിക്കാറില്ല എന്താ വന്നതെന്ന്. അന്ന് നേരെ മറിച്ച് ഇന്നൊരാൾ വീട്ടിൽ വന്നാലോ നേരത്തെ അനുവാദം ചോദിക്കണം, ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്ന്. ഇല്ലെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തില്ല, അപ്പോയിൻമെൻ്റ് എടുക്കണം. അതാ വേണ്ടത്. രണ്ടാമത്തത്, നമ്മൾ ആ വരുന്നവരെ നമ്മൾ എന്താ വന്നതെന്ന് ചോദിക്കും. അതിൻ്റെ റീസൺ പണ്ട് നമ്മൾ ചോദിക്കാറില്ലായിരുന്നു. കാരണം നമ്മുടെ സംസ്കാരം അതായിരുന്നു. കാരണം ആ വരുന്നത് അയാളുടെ അവകാശമായിരുന്നു. നമ്മുടെ വീട്ടിൽ വരുന്നത്, നമുക്ക് വേറൊരാളുടെ വീട്ടിൽ, അയലത്തുകാരൻ്റെ വീട്ടിൽ പോകുന്ന നമ്മുടെ അവകാശമായിട്ട് നമ്മൾ പോയി. പക്ഷേ അത് മോശമായ തലങ്ങളിലേക്ക് പോയപ്പോൾ അത് മാത്രമല്ല, മനുഷ്യൻ സ്വകാര്യതയിലേക്ക് ഉൾവലിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് ഇഷ്ടപ്പെടാതായി. അന്യൻ്റെ ഇടപെടലായിട്ടാണ് നമ്മൾ കരുതുന്നത്. വിദേശ സംസ്കാരം അതാണ് നമ്മൾ ആ കാര്യത്തിലെടുത്ത്. പക്ഷേ അതേ വിദേശികൾക്ക് നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ റോഡിൽ വെച്ച് മനുഷ്യർ പരസ്പരം കണ്ടാൽ അവർ ചിരിക്കും, അവർ അഭിവാദ്യം ചെയ്യും, ഒരു പരിചയവും കാണത്തില്ല. അമേരിക്ക ഇപ്പോൾ ഞങ്ങൾ നടന്നു പോകുമ്പോൾ
ഞങ്ങൾ എത്രയോ സായിപ്പന്മാർ അവരും അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ ഹായ്, ഗുഡ് മോർണിംഗ് അല്ലെ ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ ഇതൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് അവർ നോക്കുന്നുണ്ട്. നമ്മുടെ കാലൊന്ന് തട്ടിന്നിരിക്കട്ടെ എവിടെങ്കിലും, അവർ വന്ന് ഡു യു വാണ്ട് എനി ഹെൽപ്പ് എന്ന് അവർ ചോദിക്കും. സഹായം ആവശ്യമുണ്ടോയെന്ന് അവർ ചോദിക്കും. ഇതാണ് അവർക്ക് വേറെ ചില കാര്യങ്ങൾ കാണും. അവരുടെ പ്രൈവസി വളരെ വലുതാണ്. കാരണം അവർക്ക് അത്രയും ടൈമേ ഉള്ളൂ. അവരങ്ങനെ ചിന്തിക്കുന്ന, ബാക്കി സമയം മുഴുവൻ അവർ ജോലി ചെയ്യും. അവരുടെ പ്രൈവസിക്ക് വളരെ വിലയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ അതിങ്ങ് കടമെടുത്തു. അവരുടെ മോശമായ എന്ത് കാര്യങ്ങളുണ്ടോ, നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്തതുണ്ടോ, അത് മുഴുവൻ നമ്മൾ സ്വീകരിച്ചു. പക്ഷേ നമ്മുടെ സംസ്കാരത്തിന് നിരക്കുന്ന കാര്യങ്ങൾ, അവരുടെ നല്ല കാര്യങ്ങൾ നമ്മളത് പാടെ മറന്നു കഴിഞ്ഞു. അതെടുക്കത്തില്ല നമ്മൾ. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ പോയി നോക്കുള്ളൂ, മദ്യഷാപ്പുകൾ ധാരാളം കാണും. ഒരുത്തം കുടിച്ചു വെളിയിൽ കിടക്കുന്നത് കാണാൻ കിട്ടത്തില്ല, അവിടെ കാണാൻ പറ്റത്തില്ല. ഞാൻ കണ്ടിട്ടുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ ഒരൊറ്റ രാജ്യങ്ങളിൽ, ഞാൻ യൂറോപ്പിൽ മുഴുവൻ ഏതാണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളതാണ്. ഞാൻ അവിടെ ഇങ്ങും കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഇവിടെ നമ്മൾ കാണാൻ എന്താ, റോഡിൽ കിടന്ന് ഉറങ്ങുന്നതാണ്. വെള്ളം അടിച്ചിട്ട് ആനമയക്ക് അടിച്ചതാണെന്ന് ആളുകൾ പറയും. ചോദിച്ചാൽ ആനമയക്ക് എന്ന് പറയുന്ന സാധനം എന്തെന്നറിയോ, ഏറ്റവും വലിയ നർക്കോട്ടിക് ഡ്രഗാണ്. ആനയെ മയക്കാൻ, ശരിയാണത്, ആന മയക്കെന്ന് പറയുന്നത് വളരെ ശരിയാണ്. ആനയെ തന്നെ മയക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണത്. അത് കള്ളിനകത്ത് ഒഴിച്ച് കൊടുക്കും കേട്ടോ. എന്തിനാണ്? സ്വാർത്ഥ ലാഭം, പണത്തിന് വേണ്ടി ഇവിടെ വിഷമിക്കും ആളുകൾ. അതെന്താ, ഇവിടെ ചാരായം വാറ്റിയതിന് ശേഷം അതിനകത്ത് അതിന് വീര്യം കൂട്ടാനായിട്ട് ചെയ്യുന്ന പണിയാണ്. അതിനകത്ത് എന്താണെന്നറിയോ ചെയ്യുന്നത്, അതിന് ബാക്കിയുള്ളതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് കുഴപ്പമാവും. എന്നാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഇപ്പം ഈതയിൽ ആൽക്കഹോളാണ് മദ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ആ മദ്യത്തിന് കിക്ക് ഉണ്ടാക്കാനുള്ള സാധനം ഈതയിൽ ആൽക്കഹോളാണ്. പക്ഷേ അതിനെ കഴിഞ്ഞ് അപകടകാരി, വിനാശകാരിയായിട്ടുള്ള ഒരു സാധനമുണ്ട്, മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയും. അത് വിഷവസ്തുവാണ് മീഥൈൽ ആൽക്കഹോൾ. അപ്പോൾ ഇതിന് വീര്യം കൂടാനായിട്ട് എന്താണെന്നറിയോ, ഈ അടിക്കുന്നവനൊന്ന് മയങ്ങണം. അതിനുവേണ്ടി ചെയ്യുന്നത് വീണ്ടും വാങ്ങിച്ചാൽ കുടിക്കണ്ടേ, എന്നാലല്ല ഇവന് കാശുണ്ടാക്കാൻ ഒക്കുള്ളൂ. ഈ കൊള്ളലാഭത്തിന് വേണ്ടി അതിനകത്ത് എന്തൊക്കെ ചേർക്കാമോ, മീഥൈൽ ആൽക്കഹോൾ അങ്ങോട്ട് ഒഴിച്ചിട്ടൊരു തവളയെ പിടിച്ചിടും കേട്ടോ. ഈ തവള മയങ്ങി അത് ചാവാതെ കിടക്കും. തവള മയങ്ങി ഇങ്ങനെ കിടക്കും വഴുവഴാന്ന്, അത് ചാവുന്നില്ല. അതാണ് ഇതിൻ്റെ കറക്റ്റ് രീതി എന്നാണ് ഇതുണ്ടാക്കുന്നവന്മാരുടെ പ്രിൻസിപ്പിള്. ഞാനിത് കേസുകളിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി പോലും, അതാ ഞാൻ പറഞ്ഞ, വിഷം വിറ്റ് കൊലപാതകം നടത്തിയ ആളുകൾ പണം ഉണ്ടാക്കും. ഇതിലും നല്ലത് പിച്ചാത്തി എടുത്തിട്ട് തന്നെ കുത്തി കൊല്ലുന്നതിന് ഇതിലും നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിക്കോളൂ. ഇതേപോലെ വിഷം അതാണ് വാങ്ങിച്ച ആളുകൾ കുടിക്കുന്നത്. അതെന്തുകൊണ്ട് നമ്മുടെ അത്ര ഈ കുഴപ്പം കാണുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ റെസ്ട്രിക്ഷൻസ് എല്ലാം വളരെ കൂടുതലാണ്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നോക്കും. നമുക്ക് ഒരിക്കൽ ഒരു 100 രൂപ നോട്ട് എൻ്റെ കയ്യിൽ കിട്ടി. അതിനകത്ത് എഴുതിയിരുന്നു, അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയുന്ന, എന്നെ ഉൾപ്പെടെയുള്ള ആരടുത്ത് അതിൻ്റെ ആ വെള്ള ഭാഗത്ത് ഏതോ വൃത്തികെട്ടവനെ എഴുതി വെച്ചേക്കാണ്, മറുവശം നോക്കരുത് എന്ന്. നമ്മൾ എളുപ്പം മറുപറഞ്ഞ് നോക്കും അല്ലേ? ഞാൻ നോക്കരുതെന്ന് പറഞ്ഞില്ലേടാ തെണ്ടി, അവിടെ എഴുതി വെച്ചേക്കാണ്, നോക്കിക്കോളൂ. അപ്പോൾ ഇത് കാരണം എന്താ പറയുക, ഞാനിത് പറയാൻ കാരണം, എവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഏതോ വളരെ വലിയ ഒരു ഈസ്തറ്റിക് സെൻസുള്ള ചെയ്തതാണ്. പക്ഷേ ആ ചെയ്തത് ഈ അനാവശ്യമാണ്. ഇതിൻ്റെ കാരണം അതാ ഞാൻ പറഞ്ഞത്, എവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്തി നോക്കാൻ നമുക്ക് തോന്നും. അത് മനുഷ്യൻ്റെ അത് എല്ലാവർക്കും ഇല്ല കേട്ടോ. വിദേശികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെങ്കിൽ അവിടെ നോക്കത്തേ ഇല്ല അവർ. നേരെ മറിച്ച് നമ്മളാണെങ്കിലോ ഇരിക്കും, അത് അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ടേ നമ്മൾ പോവുള്ളൂ. അങ്ങനെ നോക്കരുതെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരെടുത്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്യേണ്ടത് എന്താണെന്നറിയാം, ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ ആ ഭാഗത്തോട്ട് പോകത്തില്ല. കാരണം എല്ലാവരും അവിടെ വിചാരിക്കാം, ഇവിടെ മൂത്രം ഒഴിക്കാൻ ആളുകൾ ഒഴിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് എന്ന് വിചാരിച്ച് മുഴുവൻ ആളുകൾ അവിടെ ഒഴിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ചിലരുടെ വീട്ടിന് മുമ്പിൽ ഇവിടെ ചവറിടരുത് എന്ന് എഴുതി വെച്ചാൽ മതി. നമ്മുടെ എല്ലാ വേസ്റ്റുകളും നിവൃത്തിയുള്ളത് മുഴുവൻ അവിടെ കൊണ്ടിടും. ഇത് നമ്മുടെ സംസ്കാരം ഇങ്ങനെ ആയിപ്പോയി. അത് മാറിയെടുക്കണം, അത് മാറ്റണം. നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് നാറ്റം സഹിക്കാൻ പറ്റുന്നില്ല, അത് അന്യൻ തൊട്ട അയലത്തുകാരൻ സഹിച്ചോട്ടെ എന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടൽ. അതൊക്കെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയിലേക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ മറക്കാനും അത് മാറ്റാനും നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടിയൊക്കെ നമ്മൾ മുൻകൈ എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആളുകൾ തമ്മിലുള്ള ബന്ധമില്ലായ്മ അതുകൊണ്ട് സംഭവിച്ചേക്കുന്നത് എന്താ? ഇപ്പോൾ അയലത്തൊരു കൊലപാതകം നടന്നാൽ നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയുന്നത് പിറ്റേന്ന് പത്രത്തിൽ വരുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ അയലത്ത് ആത്മഹത്യ നടക്കുന്നു, അവിടെ നിവൃത്തിയില്ല, ബുദ്ധിമുട്ടുണ്ട് എന്ന്
നമ്മളത് അറിയുന്നില്ല, നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ അറിയുന്നത് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ. നമ്മൾ ഈ 5ഉം 6ഉം പേര് ഒന്നിച്ച് മരിച്ചു കിടക്കുമ്പോൾ അറിയും. ഉടനെ നമ്മളിത് എടുത്തു വെച്ചിട്ട് പറയും ആളുകൾ, അയ്യോ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞിരുന്നെങ്കിൽ ഇയാളെ ഏതാണ്ടെങ്കിൽ ശരിയാക്കി കൊടുത്തനെ. ആ രീതിയിലാണ്. ഒന്നും ചെയ്തില്ല. കാരണം ആർക്കും ആരുടെ കാര്യത്തിലും ശ്രദ്ധയില്ല. അതാ ഞാൻ പറഞ്ഞ, മനുഷ്യൻ സ്വകാര്യതയിലേക്ക് ഉൾവലിഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് ആ തോട് പൊട്ടിച്ച് വെളിയിലിറങ്ങിയല്ലാതെ പരസ്പര സ്നേഹം എന്ന് പറയുന്നത് ഒന്നും തിരിച്ചു വരുന്നില്ല. ആ പരസ്പര സ്നേഹം തിരിച്ചു വരണം. മാത്രമല്ല, തമ്മിൽ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കൊക്കെ വേണം, ഉണ്ടാകണം. നമ്മുടെ പഴയ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകണം. നമ്മുടെ ആളുകളെ കാണണം. കണ്ടാൽ ഒന്ന് ചിരിക്കാൻ പഠിക്കണം. ഒരു വിഷമമില്ല. ഏറെ പിടിച്ച് ചിരിക്കാൻ വയ്യാതെ, ചിരിക്കാതെ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ നടക്കുന്നവരുണ്ട്. ഒരല്പ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അങ്ങനെ. കാരണം അവൻ ഏതാണ്ടൊക്കെ വെട്ടിപ്പിടിച്ചെന്നുള്ളതാണ് അവൻ്റെ തോന്നല്. ഒന്നുമില്ല, ഇതെവിടെ കൊണ്ടുപോകാനാണ്? അത് നമ്മൾ ചിന്തിക്കണം അതിനെക്കുറിച്ച്. ആ രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം. സമൂഹം അങ്ങനെ മാറണം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അഴിമതി, അതുപോലെ അക്രമം, ഇതെല്ലാം മാറ്റണമെങ്കിൽ ഇതുപോലുള്ള സംഘടനകൾ മുമ്പോട്ട് വരണം. ഈ സംഘടനകളിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ നടത്തുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമ്മളെ വ്യക്തികളെ മറക്കണം. വ്യക്തികൾ സമൂഹത്തിനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ നമ്മുടെ വ്യക്തികൾക്ക് വേണ്ടിയല്ല. നമ്മുടെ സ്വകാര്യത നമ്മൾ വലിച്ചെറിയണം. ഒരു പരിധിവരെ നമ്മൾ ബാക്കിയുള്ള ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ, അവരെ ഒന്ന് സഹിക്കാൻ നമ്മൾ പഠിക്കണം. ആദ്യം വ്യക്തികൾ സമൂഹത്തിനാണെന്നും സമൂഹങ്ങൾ ഗ്രാമങ്ങൾക്കാണെന്നും ഗ്രാമങ്ങൾ താലൂക്കിനും ജില്ലകൾക്കുമാണെന്നും ജില്ലകൾ നാട്ടിനാണെന്നും സംസ്ഥാനത്തിനാണെന്നും സംസ്ഥാനങ്ങൾ ദേശത്തിനാണെന്നും നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ സ്വകാര്യമായിട്ട് നമ്മുടെ സ്വകാര്യത, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അതിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടരുത്. ഒതുങ്ങിക്കൂടിക്കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. ഇതിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കും. സമൂഹത്തിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാം. കൈ നീട്ടുന്നവന് പൈസ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല. ഒരു കാര്യം ചെയ്തോളൂ, പൈസ കൊടുത്താൽ ചിലപ്പോൾ അവൻ മരുന്ന് വാങ്ങിക്കത്തില്ല, വേറെ മരുന്ന് വാങ്ങിച്ച് കഴിച്ചെന്നിരിക്കും. അതെന്താ മരുന്ന് നിങ്ങൾ വാങ്ങിക്കുന്നത്? ആ തുണ്ടൊന്ന് കാണട്ടെ, ഏതാണെന്ന് ചോദിച്ചു. എന്നെ പോക്കറ്റിൽ നിന്ന് എടുത്തു തന്നു. ശരി, ഒരു കാര്യം ചെയ്തോളൂ, നാളെ വാ, മരുന്നെല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചേക്കാം. വാങ്ങിച്ചു വെച്ച് കൊടുക്കണം, ഒരു കുഴപ്പമില്ല. ഞാനത് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്യാം. പണം കൊടുത്ത് ആരെയും നന്നാക്കാനും ഒന്നും പറ്റത്തില്ല. ഇതുപോലെ ഒരാളുടെ ആവശ്യം മനസ്സിലാക്കി നമ്മളങ്ങോട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റും. അതെല്ലാം ചെയ്യണം. ഇല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നതിന് ഒരർത്ഥവും ഇല്ല. നമ്മൾ മനുഷ്യൻ്റെ അവകാശങ്ങൾ ലംഘിക്കുകയാണ്. അവന് ആ സൊസൈറ്റിയിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ് ഇതൊക്കെ. അത് സമ്പത്തില്ലാത്തവൻ്റെ അവകാശമാണ്. സമ്പത്തുള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള കാരുണ്യങ്ങളും അതുപോലെ അനുകമ്പയൊക്കെ അത് അവൻ്റെ അവകാശമാണ്. ആ രീതിയിൽ അത് കാണാൻ നമ്മൾ പഠിക്കണം. സക്കാത്ത് കൊടുക്കുമല്ലോ മുസ്ലിങ്ങൾ. സക്കാത്ത് കൊടുക്കുമ്പോൾ ചിലർ പറയും അത് മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുക്കണം. പിന്നെ മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുക്കണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? എങ്ങും പറഞ്ഞിട്ടില്ല. വിവരക്കേടാണ് അത്. ആർക്കും ബുദ്ധിമുട്ടുള്ള ആർക്കും കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ പഠിക്കണം. നമ്മുടെ മനസ്ഥിതി അതായിരിക്കണം. അത് കൊടുത്തെന്ന് പറഞ്ഞാൽ പടച്ചോൻ ശിക്ഷിക്കത്തൊന്നുമില്ല. പാവപ്പെട്ട ഒരാൾക്ക് ഒരു ഹിന്ദു ആയിപ്പോയി കൊണ്ടൊരു സക്കാത്ത് അതിൻ്റെ ഒരു വീതം അങ്ങോട്ട് കൊടുത്തു, ഒന്നും ചെയ്യാൻ പോകത്തില്ല. ഞാൻ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ പറയുന്നതും ഒക്കെ. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. സക്കാത്ത് ഞാനത് ഓരോ വീതം കൊടുക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ കൊടുക്കാറുണ്ട്. അത് ഞാൻ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഇതൊന്നും നോക്കിയൊന്നുമല്ല കൊടുക്കുന്നത്. പാവപ്പെട്ടവനെന്ന് തോന്നുന്നവന് കൊടുക്കാറുണ്ട്. അത് ഞാൻ ചെയ്യാറുണ്ട്. അതിനെന്ത് ശിക്ഷ കിട്ടിയാലും അത് ഞാൻ ഏക്കാൻ തയ്യാറാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ശിക്ഷിക്കത്തില്ല എന്ന് തന്നെ. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സമയം ഇപ്പം 5:05. ഓക്കെ, ഒരുപാട് സമയം പോയി. ഇനി എനിക്ക് അങ്ങ് എറണാകുളം വരെ തിരിച്ചു തരണം. നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കാരണം നല്ലൊരു ജെനുവിൻ കോസിന് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളാണ്. ഇതിൻ്റെ പ്രവർത്തകരോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ എല്ലാ സൗകര്യങ്ങളും നോക്കിക്കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ എല്ലാ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളതും നമ്മുടെ കുടുംബത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം എനിക്ക് സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി ബാക്കിയുള്ളവരെ സഹായിക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് സമയം കിട്ടത്തില്ല. കാരണം നമ്മുടെ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് നോക്കി തീരാനൊക്കത്തില്ല. ഒരു വ്യക്തിക്ക് അങ്ങനെയാണ് ദൈവം കൊടുത്തേക്കുന്നത്. അവനവൻ്റെ കാര്യങ്ങൾ നോക്കി തീരാനുള്ള സമയം കൊടുക്കാറില്ല.
അവൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചതിന് ശേഷം ഉള്ള ബാക്കി ഒരു സമയം അവന് കിട്ടത്തില്ല ഒരിക്കലും. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുക, ഇത് കോർഡിനേറ്റ് ചെയ്യണം. നമ്മുടെ ഒരു സമയം ഇതിനായിട്ട് നീക്കി വെക്കണം. നമ്മളെപ്പോഴും അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗം ഒഴിച്ചിടണം അന്യനെ സ്നേഹിക്കാൻ. നമ്മളെ സ്വന്തമായിട്ട് സ്നേഹിക്കുന്നതിനും നമ്മുടെ കുടുംബങ്ങളെ സ്നേഹിക്കുന്നതിനും കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നതിനും ഉള്ള മനസ്സിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതോട്ടുകൂടി എൻ്റെ സഹജീവികളോടുള്ള സ്നേഹം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റിവെക്കാൻ പഠിക്കണം. അത് പഠിച്ചാലേ നമുക്ക് പുറത്തെടുക്കാൻ ഒക്കുള്ളൂ. പിന്നെ അപ്പോൾ ഈ ചോദിക്കും ഇതിനൊക്കെ പണം വേണ്ടെന്ന്, അതും വേണം. ഈ പണം നമ്മുടെ കയ്യിൽ ഇരുന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം, നമ്മുടെ ആവശ്യങ്ങളും എല്ലാം നിർവഹിച്ചതിന് ശേഷം ചിലവാക്കാമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ ധനം വിനിയോഗിക്കുമ്പോൾ തന്നെ അന്യൻ്റെ കഷ്ടപ്പാട് നമ്മുടെ മനസ്സിൽ കാണണം. അത് കണ്ടിട്ട് അവനും കൂടെ ഒരു സഹായം ചെയ്യാനായിട്ട് പോകണം. നമ്മുടെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള അതിന് നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ അതിന് ഇതിൻ്റെ മണം കിട്ടിയാൽ പോലും നമ്മളത് നിർബന്ധമായിട്ടും അവർക്കൂടൊന്ന് കൊടുക്കാൻ പഠിക്കണം. കുറച്ച് ചിലർ ചിലപ്പം വഴക്കൊന്നിട്ട് എനിക്ക് ഇയാളുടെ സഹായമൊന്നും വേണ്ട എന്ന് ചിലർ നിഷേധിക്കും. പക്ഷേ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും നിഷേധിക്കത്തില്ല അത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ആ ബുദ്ധിയില്ല, കുഞ്ഞുങ്ങൾക്ക് സ്നേഹിക്കാനേ അറിയാവൂ. അപ്പോൾ നമ്മൾ അന്യൻ്റെ മക്കളെ ആയാലും ശരി നമ്മൾ സ്നേഹിക്കണം, സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിക്കണം. 9 വയസ്സും 9 വയസ്സുകാരിയും 13 വയസ്സുകാരിയും ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് അവര് ബലാത്സംഗം ചെയ്യപ്പെട്ടു, സ്ഥിരമായിട്ട് പീഡനം ഒരുപാട് സഹിച്ചു. 9 വയസ്സുകാരി, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് 9 വയസ്സുള്ളതിൻ്റെ കാര്യം എത്ര? ഞാൻ 4 വയസ്സുള്ളത് മുതൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന മരവിപ്പിക്കുന്ന സംഭവങ്ങളല്ലേ. ഇതിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിലുള്ളത് നമ്മൾ കണ്ടറിയണം. ഈ മനുഷ്യാവകാശ സംഘടനകൾ, മനുഷ്യാവകാശ സാമൂഹ്യനീതി സംഘടനകൾ, അവരുടെ നീതിബോധം ഇതൊക്കെ തടയാനായിട്ടുള്ള ഒരു പ്രവർത്തനം അവരുടെ കയ്യിൽ നിന്നുണ്ടാവണം എപ്പോഴും. കാരണം അതും അവരുടെ അവകാശങ്ങൾ തന്നെയാണ്. ആ പീഡിതരുടെ അവകാശങ്ങളാണത്. അത് സംരക്ഷിക്കാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട്. അതുപോലെ ഇതുപോലെ നല്ല സമൂഹത്തിനുണ്ട്. അത് നമ്മളെ കണ്ടറിയണം. ആ പുഴുക്കത്തുകൾ സമൂഹത്തിലുള്ളതൊക്കെ നമ്മൾ നീക്കം ചെയ്യണം. അവനെ ഒറ്റപ്പെടുത്തണം ഇതുപോലുള്ളവന്മാരെ. അതിന് ഞാൻ അവനെ കൈകാര്യം ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രൈവറ്റ് ഡിഫൻസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. എന്താണ് പ്രൈവറ്റ് ഡിഫൻസ്? സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം. പ്രൈവറ്റ് ഡിഫൻസ്. ഈ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് അത് പറഞ്ഞേക്കുന്നത് എന്താ അറിയോ? അതിന് നമുക്ക് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാം. ആക്രമണം എന്ന് പറയുന്നതും ഏറ്റവും നല്ല പ്രതിരോധമാണ്. അതാണ് പ്രതിരോധം. അത് ഒരുത്തിനെ ഇങ്ങോട്ട് അടിക്കാൻ വന്ന കൈയും കെട്ടിയെന്ന് അടി കൊണ്ടുകൊണ്ട് പോകണ്ട. അതൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അദ്ദേഹം, അത് പണ്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ ഇന്നുള്ളവരും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇന്ന് മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുത്താൽ അവൻ അവിടെയും കൂടെ അടിക്കും. എന്തോ പിന്നെ ഇവിടെ കാണിക്കും, ഒന്നും കാണിക്കാനൊക്കത്തില്ല. അപ്പൊ പിന്നെ ചെയ്യേണ്ടത് എന്താ? തിരിച്ചവനെ അങ്ങോട്ട് അടിക്കണം. അതിനല്ലേ ആളെ കൂട്ടി അടിക്കണം. ഒരു കുഴപ്പമില്ല. കാരണം ഒരാൾക്ക് പോലും മറ്റൊരു വ്യക്തിക്കും ഒരു വ്യക്തിയുടെ, അതായത് ഇപ്പോൾ എന്നെ ഒരാൾ ആക്രമിക്കാൻ വന്നാൽ എനിക്ക് മാത്രമല്ല പ്രൈവറ്റ് ഡിഫൻസ് ഉള്ളത്. എൻ്റെ ശരീരം രക്ഷിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതും ഇന്ത്യൻ പീനൽ കോഡിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതും പ്രൈവറ്റ് ഡിഫൻസിൻ്റെ പരിധി വരും. അതിനാണ് ഞാൻ പറഞ്ഞത് നാട്ടുകാർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാമെന്ന്. അത് നാളെ മുതൽ നിങ്ങൾ ഇറങ്ങി കണ്ടവരെ അടിക്കാൻ നിൽക്കരുത്, അത് വേറെ കാര്യം. അതല്ല ഞാൻ പറഞ്ഞത്. പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ്. സമൂഹത്തിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകളെ നീക്കം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലാണ്, എല്ലാവരെയും ഉപദ്രവിക്കാനല്ല. പ്രൈവറ്റ് ഡിഫൻസ് ആണ്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, അതിന് നിവൃത്തിയില്ല, അതിന് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, അത് മാത്രമല്ല അതിന് പ്രതിരോധിക്കാനുള്ള കഴിവില്ല, അതിനെ വീട്ടിൽ നോക്കാൻ ആരുമില്ല, അതുപോലെ വീട്ടിൽ ഇത് തടയാനുള്ള കെൽപ്പുള്ള ആരുമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ളവർ നോക്കിയിരിക്കരുത്. പ്രൈവറ്റ് ഡിഫൻസ് അവർക്കുള്ളതാണ് ഇവനെ തടയാൻ. അതിന് നമ്മുടെ ജനങ്ങൾ പോലീസിന് മാത്രം, പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രം ബാധ്യതയായിട്ട് മാറ്റാതെ നമ്മുടെ ഒരു ബാധ്യതയായിട്ടും കൂടെ അത് എടുക്കണം. സമൂഹത്തിലെ ക്രൈം ഇല്ലാതാക്കാൻ അതും മനുഷ്യാവകാശ പ്രവർത്തകരുടെ തന്നെ ബാധ്യതയാണ്. അതെടുക്കാം. കാരണം ഇതെല്ലാം മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെയുള്ള ഏത് കാര്യത്തിലും നിങ്ങൾക്ക് എടുക്കാം. മനുഷ്യൻ്റെ അവകാശം എന്ന് പറയുന്നത്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്, അത് ജീവിച്ചിരിക്കാൻ, അതായത് വെള്ളം കുടിച്ച് ആഹാരം എന്തെങ്കിലും കിട്ടുന്നത് കഴിച്ച് കിടന്ന് അത് ജീവൻ നിലനിർത്താൻ, അതല്ല അവകാശം. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റ് ടു ഡിഗ്നിഫൈഡ് ലൈഫാണ്, റൈറ്റ് ടു ഡീസൻറ്റ് ലൈഫാണ്. അതായത് അന്തസ്സുള്ള ജീവിതം നയിക്കാൻ. അന്തസ് എന്താണ്? അന്തസ്സെന്ന് നമ്മൾ ചിന്തിച്ചോണം. അത് എല്ലാവർക്കും, സമൂഹത്തിൽ എല്ലാവർക്കും
നല്ല മാന്യമായിട്ട് കഴിയുന്നു എന്ന് നമുക്കൊരു വയ്പുണ്ടല്ലോ. അതുപോലെ ഏത് വ്യക്തിക്കും കഴിയണം. അതാണ് ഇന്നത്തെ റൈറ്റ് ലൈഫ്, ജീവിക്കാനുള്ള അവകാശം എന്ന് നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ പറഞ്ഞേക്കുന്നതെന്നാണ് സുപ്രീം കോടതിയും മറ്റ് കോടതികളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് വേണ്ടതും. ജീവിക്കാൻ എങ്ങനെയും മൃഗതുല്യമായ ഒരു ജീവിതമല്ല, നേരെ മറിച്ച് അന്തസ്സുള്ള ജീവിതം, റെപ്യൂട്ടേഷൻ, വിത്ത് റെപ്യൂട്ടേഷൻ, റൈറ്റ് ടു ലൈഫ്, റെപ്യൂട്ടഡ് ലൈഫ്, അതാണ് അന്തസ്സുള്ള ജീവിതം, ഡിഗ്നിഫൈഡ് ലൈഫ്, അതാണ് വേണ്ടത്. അപ്പോൾ അതിന് ഇതുപോലുള്ള സംഘടനകൾ വേണം. ഇതുപോലെ നിസ്വാർത്ഥമായിട്ട് ഇതിനുള്ള പ്രവർത്തനം, അത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞത്. കാരണം ഈ കോസിന് നിങ്ങളിവിടെ വന്നില്ലേ, ഇത് നല്ല കാര്യത്തിനാണ് നിങ്ങൾ വന്നേക്കുന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. ഇവിടെ നിങ്ങൾ സിനിമ കാണാനൊന്നുമല്ല. ഇനി ഇത് കഴിഞ്ഞു വല്ല പണിയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഇവിടെ നേരത്തെ ഗിറ്റാറും ഒക്കെ വായിക്കുന്നത് ഇവിടെ കേട്ടോ. അപ്പം അതൊന്നും കേൾക്കാനല്ല നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഏതായാലും ഒരു നല്ല ജെനുവിൻ കോസിന് വന്ന നിങ്ങൾക്കൊക്കെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ടും ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഉയർച്ചകളും നേർന്നുകൊണ്ടും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നമ്മുടെ സമൂഹത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടച്ചു നീക്കപ്പെടട്ടെ, അതുപോലെ തന്നെ സാമൂഹ്യ നീതിയുടെ നിഷേധം അത് തുടച്ചു നീക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും ഞാൻ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ ദേശീയ അവാർഡ് ഗിത്താർ സോളോയ്ക്ക് നാഷണൽ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ലഭിച്ച ഓച്ചിറ സത്താർ അവർക്ക് അദ്ദേഹം നമ്മുടെ മനുഷ്യാവകാശ ഭാരതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ അവരിൽ നിന്ന് സംഘടനയുടെ വകയായി ഒരു മൊമൻറ്റോ സമർപ്പിക്കുകയാണ്. അതിനുവേണ്ടി സത്താർ അവர்கள்